ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് +2 ക്ലാസ്സിലെ ഇക്കായി 4 അല്ലേ. ബൂച്ച ദീപകെ ജലാദോ. അണഞ്ഞ ദീപക് എന്ന് വെച്ചാൽ ദീപം, ബൂച്ചന അണയുക. ബൂച്ച ദീപക് ജലാദോ, അണഞ്ഞ ദീപം തെളിയിക്കൂ. അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കുമത് ഫൂൽ ബേച്ചനെ വാലി ലടുക്കി. വെള്ള ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി. കുമത് ഫൂൽ എന്ന് വെച്ചാൽ വെള്ള ആമ്പലാണ്, അത് ബേച്ചന വിൽക്കുന്ന പെൺകുട്ടി. അത് എഴുതിയത് ONV കുറുപ്പാണ്. അദ്ദേഹത്തിൻ്റെ പോയത്തെ അനുവാദം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഡോക്ടർ S തങ്കമണി അമ്മ. ആരാ എഴുതിയെന്ന് വെച്ചാൽ ONV കുറുപ്പെന്ന് എഴുതി കൊടുക്കുക കേട്ടോ. അനുവാദം ചെയ്ത് ആരെന്ന് ചോദിച്ചാൽ മാത്രമേ ഡോക്ടർ S തങ്കമണി അമ്മ എന്നെഴുതാവൂ. നമുക്ക് പോയത്തിലേക്ക് കിടക്കാൻ വായിക്കാം. पुराना देवालय उसके निकट है, कुमुद सरोवर, रास्ते में पूजा द्रव्य बेचने वालों के कितने ही दल. पुराना देवालय പഴയ അമ്പലം, നികട് സമീപം, കുമുദ് സരോവർ, കുമുദ് ആമ്പൽപ്പൂ, സരോവർ പൊയ്ക അല്ലെ തടാകം എന്നൊക്കെ പറയും, രാസ്ത വഴി, പൂജാദ്രവ്യങ്ങൾ, ബേച്ചന വിൽക്കുക, ദൽ കൂട്ടം. ഇനി നോക്കിയേ, പുരാനെ ദേവാലയെ പഴയ അമ്പലത്തിന്, ഉസ്കെ നികട് ഹേ അതിൻ്റെ സമീപം, കുമുദ് സരോവർ ഒരു വെള്ള ആമ്പൽ പൊയ്ക ഉണ്ട്. പഴയ അമ്പലത്തിന് സമീപം ഒരു വെള്ള ആമ്പൽ പൊയ്ക ഉണ്ട്. രാസ്തമേ പൂജാദ്രവ്യ ബേച്ചനെ വാലോം കെ കിത്തനെ ഹി ദൽ. രാസ്ത എന്ന് വെച്ചാൽ വഴിയിലെ പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന അനേകം കൂട്ടങ്ങളും ഉണ്ട്. പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന ധാരാളം കൂട്ടങ്ങളെയും കാണാം അല്ലേ, അവരുണ്ട്. അടുത്ത സ്റ്റാൻസ് നോക്കിയേ. ഇതർ ഇഷ്ട ദേവക इष्ट नैवेद्य है कुमुद फूल, मार्गदर्शी जोम योम कहकर किसी कोने में मृदा जल सांब जोम लड़के लंबे इडलों के चोरों पर खिले श्वेत कुमुद फूल बेचने वालियाँ. इष्टदेव इष्टदेवन, कुमुद फूल मार्गदर्शी എന്ന് വെച്ചാൽ വഴികാട്ടി, കോന കോർണർ, മൃദ ജൽ സാമ്പ് എന്ന് വെച്ചാൽ ചത്ത നീർപ്പാമ്പുകളെ പോലെ. ചത്ത നീർപ്പാമ്പുകളാണ്, സാമ്പ് പാമ്പാണ്. ഇടക്കിന തൂങ്ങിക്കിടക്കുക, ലംബ നീളമുള്ള, ഇടല തണ്ട്, ചോറ് അഗ്രം, കിൽന വിരിയുക. ഇനി നോക്കിയേ. ഇതർ ഇഷ്ടദേവക ഇഷ്ട നൈവേദ്യഹേ കുമുദ് ഫൂൽ. ഇവിടെ ഇഷ്ടദേവൻ്റെ ഇഷ്ട നൈവേദ്യം ആമ്പൽപ്പൂക്കൾ ആണ്. അവിടുത്തെ ദേവൻ്റെ ഇഷ്ട നൈവേദ്യമാണ് ആമ്പൽപ്പൂക്കൾ. मार्गदर्शी जोम योम कहकर किसी कोने में मृदा जल सांब जोम लड़के लंबे इडलों के ചോരോं पर खिले. നോക്കിയേ, മാർഗദർശിയെ പോലെ, വഴികാട്ടികളെ പോലെ, തൂങ്ങിക്കിടക്കുന്ന, ലടക്കെ ലംബെ ഇടലോം അല്ലേ, തൂങ്ങിക്കിടക്കുന്ന നീളമുള്ള തണ്ടുകളുടെ ചോരോം അഗ്രത്തെ, കിലെ വിരിഞ്ഞു നിൽക്കുന്ന യഥാ ശ്വേത കുമുദ് ഫൂൽ, അതായത് വെള്ള ആമ്പൽപ്പൂവ് വിൽക്കുന്ന ബേച്ചനെ വാലിയ വിൽക്കുന്ന പെൺകുട്ടികൾ ആരെപ്പോലെ, ചത്ത നീർപ്പാമ്പുകളെ പോലെ ഏതോ ഒരു കോനയിൽ, ഏതോ ഒരു മൂലയിൽ അല്ലെങ്കിൽ കോർണറിലെ ക്ഷീണിതരായി കാണപ്പെട്ടു. കുട്ടികളെങ്ങനെയാണ്? നീർപ്പാമ്പുകളെ, ചത്ത നീർപ്പാമ്പുകളെ പോലെയാണ് കേട്ടോ. ഏതോ ഒരു കോണിൽ ക്ഷീണിതരായി കാണപ്പെടുകയും ചെയ്തു. അടുത്ത നോക്കിയേ. മേരെ ഹാത്ത് സേ मेरे समुख आकर बोली कोई लड़की मुरझाया फूल की ഇടൽ ജോം. സമുഖ് എന്ന് വെച്ചാൽ സമീപം, ആക്കർ വന്നിട്ട്, മുർച്ചായ വാടിയ. നോക്കി, മേരെ ഹാത്ത് സേ കോയി ലടുക്കി, അതായത് അവരിലെ കോയി ലടുക്കി ഏതോ ഒരു പെൺകുട്ടി. മേരെ സമുഖ് ആക്കർ എന്ന് വെച്ചാൽ എൻ്റെ അടുത്തേക്ക് വന്ന്, എന്നിട്ട് എന്തിനെ പോലെ, മുർച്ചായ ഫൂൽ വാടിയ പൂവിൻ്റെ ഇടൽ തണ്ടുകളെ പോലെ. കൊച്ചെന്താ പറഞ്ഞേ? വാടിയ പൂവിൻ്റെ തണ്ടുകളെ പോലെ ആ കുട്ടി പറഞ്ഞു, മേരെ ഹാത്തോം സേ എൻ്റെ കയ്യിൽ നിന്ന് പൂവ് വാങ്ങിയാലും അല്ലേ, എൻ്റെ കയ്യിൽ നിന്ന് പൂ വാങ്ങാൻ എന്നാ കുട്ടി പറഞ്ഞു. അതായത് ഈ കൂട്ടങ്ങളിലെ അവരിലേതോ ഒരു പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് വന്ന് വാടിയ പൂവിൻ്റെ തണ്ട് പോലെ പറഞ്ഞു. എന്താ പറഞ്ഞേ? എൻ്റെ കയ്യിൽ നിന്ന് പൂ വാങ്ങാൻ. അടുത്ത നോക്കിയേ. ദീനസ്വർമേ പ്രാർത്ഥന കർത്തി उसके हाथों में रखा दिया मैंने एक छोटा सिक्का फूल का दाम है. दाम എന്ന് വെച്ചാൽ വില, സിക്ക നാണയം. പ്രാർത്ഥന അപേക്ഷ. ദീനസ്വർമേ പ്രാർത്ഥന കർത്തി ദയനീയമായി അപേക്ഷിക്കുന്ന, ഉസ്കെ ഹാത്തോമേ ആ കുട്ടിയുടെ കയ്യിൽ,
എന്ത് ചെയ്തു? ആസെ ഫൂൽ കാ ദാം, പൂവിൻ്റെ അല്ലെ പൂക്കളുടെ വിലയായി ഒരു ചോട്ടാ സിക്ക, ഒരു ചെറിയ നാണയം ഞാൻ വച്ചു കൊടുത്തു. അപ്പം ദയനീയമായി അപേക്ഷിക്കുന്ന കുട്ടിയുടെ കയ്യിൽ പൂക്കളുടെ വിലയായി ഒരു ചെറിയ നാണയം ഞാൻ വച്ചു കൊടുത്തു. അടുത്ത നോക്കിയേ, मेरी और बेड़ाते फूल और उसके मुगड़े दोनों को देखा मैंने, हाय मुरझाया रहे दो सुरम्य सुगोमल रूपे. എന്നൊക്കെ മേരെ ഓർ ബെടാത്തെ, ഫൂൽ എന്ന് വെച്ചാൽ പൂവ്, മുകിട് ചെഹ്റ എന്ന് വെച്ചാൽ മുഖം, മുർച്ചായ വാടുക, സുരമ്യ സുഗോമളം അതറിയാലേ. എന്നൊക്കെ മേരെ ഓർ ബെടാത്തെ ഫൂലെ, എൻ്റെ നേർക്ക് ബെടാന നീളുന്ന, എന്തൊക്കെ ഫൂൽ ആറുസ്കെ മുഗടെ, പൂവും അവളുടെ മുഖവും, ദോനം കോ ദേഖ രണ്ടും ഞാൻ ശ്രദ്ധിച്ചു അല്ലേ. എൻ്റെ നേർക്ക് നീളുന്ന അവളുടെ എന്തൊക്കെയാ ആ കയ്യിലിരിക്കുന്ന പൂവും പിന്നെ ആ മുഖവും ഞാൻ ശ്രദ്ധിച്ചു. ഹായ് മുർച്ചായ രഹേ ദോ സുരമ്യ സുഗോമൾ രൂപേ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, സുന്ദരവും സുഗോമളവുമായ ഈ രണ്ട് രൂപങ്ങളും വാടുകയാണല്ലോ എന്ന് ഞാൻ ദുഃഖത്തോടെ ഓർത്തു. ഏതൊക്കെ രൂപങ്ങളാ? പൂവും ആ കുട്ടിയുടെ മുഖവും, അതാണ് അത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയതാണ് സുന്ദരവും സുഗോമളവുമായ ഈ രണ്ട് രൂപങ്ങൾ, ഒന്ന് മുഖം ഒന്ന് ഫൂലെ, ഇത് രണ്ടും വാടുകയാണല്ലോ. അതോർത്തപ്പോൾ അദ്ദേഹത്തിന് ദുഃഖം തോന്നി. നോക്കിയേ, ദുഃഖത്തോടെയാണ് അദ്ദേഹം ഓർത്തത്. നെക്സ്റ്റ് നോക്കിയേ, ഹേ ഫൂലെ തു അന്യ ഹേ, ഇസേ ചോട്ടി ബഹൻ കെ ലിയേ इससे बैठकर पुण्य फला क्या है, तुझे चढ़ाकर फला अब क्या पाऊँ मैं. ഹേ ഫൂല തൂ അന്ന ഹേ, അന്നം ചോട്ടി ബഹൻ ചെറിയ സഹോദരി, ബാക്കിയൊക്കെ വാക്കുകൾ അറിയുന്നേ. ഓക്കെ, ഹേ ഫൂല തൂ അന്ന ഹേ, ഭക്തൻ പൂവിനെ സംബോധന ചെയ്യാണ്, അല്ലയോ പൂവേ അല്ലെ പുഷ്പമേ എന്ന്. തു അന്ന ഹേ ഇസേ ചോട്ടി ബഹൻ കെലിയെ, ആ ചെറിയ പെൺകുട്ടിക്ക് നീ എന്താണ്? അന്നമാണ്, അവളുടെ അന്നമാണ് നീയെന്ന് ആ പൂവിനോടെ ഭക്തൻ അറിയിച്ചു. ഇസ്സേ ബെഡ്കർ പുണ്യഫല ക്യാ ഹേ, അതായത് ഇതിനേക്കാൾ പുണ്യമായിട്ടുള്ളത് എന്താണ്? അതായത് ഈ കുട്ടിയുടെ അന്നമാണ് ആ പൂവെന്ന് പറഞ്ഞു. അത് വിറ്റ് അതിൻ്റെ വില കൊണ്ട് ആ കുട്ടിയെ എന്ത് ചെയ്യുന്നു? അവളുടെ വിശപ്പിനെ അന്നം വാങ്ങുകയും ചെയ്യുന്നു. അതായത് അന്നം വാങ്ങി കഴിച്ച് അവളുടെ വിശപ്പ് അടക്കുകയാണ് ആ കുട്ടി ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ ആ വിശപ്പ് അകറ്റുന്നതിനേക്കാൾ നല്ല അല്ലെ വലിയ പുണ്യം എന്താണ് എന്നാണ് ചോദിച്ചത്. ആ കുട്ടിയുടെ വിശപ്പ് അകറ്റുന്നതിനേക്കാൾ വലിയ പുണ്യം എന്താണ്? തുച്ചേ ചടാക്കർ ഫല അബ് ക്യാ പാവുമേ, അതായത് നിന്നെ ഭഗവാന് അർപ്പിച്ചാൽ ഞാൻ ക്യാ പാവും, ഞാൻ പുണ്യം എന്ത് നേടാനാണ് എന്ന് ചോദിച്ചു. അതായത് നിന്നെ ആർക്കർപ്പിച്ചാൽ ഭഗവാൻ അർപ്പിച്ച് ഞാൻ എന്ത് പുണ്യമാണ് നേടാൻ ഉള്ളത്? അതിനേക്കാൾ നല്ലത് ആ കുട്ടിയുടെ കൊടുത്തിട്ട് അവളുടെ എന്താണ് ഒരു വിശപ്പടക്കുന്നതാണ് ഏറ്റവും വലിയ നന്മ എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റാൻസ് അറിയാലോ. ഓക്കെ, ഭക്തൻ പൂവിനെ സംബോധന ചെയ്താണ് പറഞ്ഞത്, അല്ലയോ പുഷ്പമേ അല്ലേ പൂവേ, നീ കൊച്ച് ബേട്ടിയുടെ സഹോദരിയുടെ അല്ലേ കൊച്ച് ചോട്ടി ബഹൻ കെലിയെ, ആ ചെറിയ പെൺകുട്ടിയുടെ അന്നമാണ് നീ. അതായത് എന്താ? ഈ പൂവിൻ്റെ വില അല്ലേ, അത് കൊടുത്ത് ആ കുട്ടി എന്ത് ചെയ്തു? അന്നം വാങ്ങി വിശപ്പ് അടക്കുന്നു. ഇസ്സേ ബെഡ്കർ പുണ്യഫല ക്യാഹ് എന്ന് വെച്ചാൽ ഒരാളുടെ വിശപ്പ് അടക്കുന്നതിനേക്കാൾ വലിയ പുണ്യം എന്താണ്? തുച്ഛേ ചഡ്കർ ഫലാബ് ക്യാ പാവുമേ, നിന്നെ ഭഗവാന് അർപ്പിച്ച് ഞാൻ എന്ത് പുണ്യം നേടാനാണ്? നോക്കിയേ, കാലി ഹാത്ത് ആകെ ബെഡ് ജാത്താ ഹും മേ മേരെ ഹാത്ത് സേ കാ ദീനസ്വർ ധീമ ഹോത്താ ജാത്താ ഹേ. ധീമ എന്ന് വെച്ചാൽ പതിയെ, ദീനസ്വർ ദയനീയമായ ശബ്ദം. ഹാത്ത് അറിയാലോ, കാലി എന്ന് വെച്ചാൽ ഒഴിഞ്ഞ്. നോക്കി, കാലി ഹാത്ത് ആകെ ബെഡ് ജാത്താ ഹും മേ, ഭക്തൻ എന്ത് ചെയ്യുന്നു? വെറും കൈയോടെ അമ്പലത്തിലേക്ക് നടക്കുന്ന മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ നോക്കിയേ, മേരെ ഹാത്ത് സേ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നും കേൾക്കാമായിരുന്നു. എന്താ? എൻ്റെ കയ്യിൽ നിന്ന് എന്നാൽ ദീനസ്വർ എന്ന് വെച്ചാൽ അദയനീയമായ സ്വരം ധീമ ഹൊത്ത ജാത്താ ഹേ, നേർത്ത് വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങോട്ട് അകലം തോറും ആ ശബ്ദം എന്ത് ചെയ്തു? നേർത്ത് വരുന്നത് പോലെ തോന്നി. വെറും കൈയോടെ അദ്ദേഹം അമ്പലത്തിലേക്ക് നടന്നു. അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നും ആ ശബ്ദം കേൾക്കാമായിരുന്നു. ഏതാ? എൻ്റെ കയ്യിൽ നിന്ന്. ആ ശബ്ദം എന്ത് ചെയ്തു? ദയനീയമായ സ്വരമാണ്, അത് നേർത്ത് വരുന്നത് പോലെ തോന്നി. എന്താണ് നമ്മുടെ കുമുദ് ഫൂൽ എന്ന പാഠം അല്ലേ, ബേച്ചനെ വാലിയിലെടുക്കെ നല്ലതുപോലെ വായിച്ച് പഠിച്ച് വെക്കുക കേട്ടോ. അതിൻ്റെ സമറി അടുത്ത ക്ലാസ്സിൽ തരാം.
ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യാൻ മറ്റു കുഞ്ഞുങ്ങൾ കൂടി സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യാം. ഓക്കെ.